ഹായ് ഗായ്സ്, ഇന്ന് നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഇന്ന് സൺഡേ ആയിട്ട് നമ്മൾ കോളേജിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുക. രാവിലെ തന്നെ 8:30 തന്നെ ചെല്ലണം. ഇവിടെ PU പിള്ളേർ അഡ്മിഷൻ എടുത്തതിന് ശേഷം നമുക്ക് ഫുഡൊന്നും കറക്റ്റായിട്ട് കിട്ടാറില്ല. അവർ വന്നെല്ലാം കഴിച്ച് തീർക്കും ഗൈസ് നേരത്തെ വന്നിട്ട്. അപ്പം നമുക്ക് ഫുഡൊന്നും ഇല്ല ആക്ച്വലി. അപ്പം നമ്മൾ 8:30 തന്നെ ഫുഡ് കഴിക്കാൻ പോകുന്ന പോക്കാണ്. അത് സൺഡേ ആയിട്ട് ഇച്ചിരി നേരം പോലും ഉറങ്ങാൻ പോലും സമയം കിട്ടിയിട്ടില്ല. അങ്ങനെ ക്യാൻറ്റീനിൽ ചെന്നപ്പോൾ തന്നെ ആസ് യൂഷ്വൽ അവരെല്ലാവരും അവിടെ നിറഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയിട്ടില്ല. പിന്നെ കുറേ നേരം ക്യൂവിൽ നിന്നു. അപ്പോഴത്തേനും ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. സൺഡേ ഞങ്ങൾക്ക് എപ്പോഴും പൂരിയും കടലക്കറിയും കിഴങ്ങ് കറിയും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകാൻ പോവാണ്. നമ്മുടെ കോളേജ് എന്ന് പറയുമ്പോൾ 2 ബിൽഡിങ്, A ബ്ലോക്ക് B ബ്ലോക്ക്. അപ്പോൾ ആ 2 ബിൽഡിങ്ങിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ബ്രിഡ്ജ് പോലത്തെ മേളിൽ ക്യാൻറ്റീന് സെപ്പറേറ്റ് അല്ല, ഒരുമിച്ച്. അപ്പോൾ അത് കണക്ട് ചെയ്തുകൊണ്ടുള്ളൊരു ഇതാണ്. അപ്പോൾ അവിടുന്ന് നല്ല വ്യൂ ആണ്. അപ്പോൾ നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലെത്തിയിട്ട് വെള്ളമൊക്കെ എടുത്തിട്ട് റൂമിൽ പോയി കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയതായി. രാവിലെ എണീറ്റുകൊണ്ട് സൺഡേ ഒക്കെ അല്ലേ. പിന്നെ ഒരു ഉച്ചര ആയപ്പം പുറത്തേക്കൊന്ന് പോകാമെന്ന് തോന്നി. ഉച്ചയ്ക്കത്തെ ഫുഡ്, സൺഡേ ഉച്ചയ്ക്കത്തെ ഫുഡ് ഒട്ടും കൊള്ളില്ല മെസ്സിൽ. അപ്പം ചോറും സാമ്പാറും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്ത് പോയി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. എന്താ കഴിക്കുക? ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രജിസ്റ്ററിലൊക്കെ സൈൻ ചെയ്ത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. മഴ പെയ്യാനായിട്ട് നിൽക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. ഒരുപാട് മഴയും ഇല്ല, ഒരുപാട് വെയിലും ഇല്ല, മഴയും ഇല്ല, അങ്ങനൊരു അന്തരീക്ഷമായിരുന്നു. അപ്പം നമ്മൾ ബിരിയാണി കഴിക്കാനായിട്ട് തലശ്ശേരിയിലോട്ടാണ് പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ മലയാളികൾ നടത്തുന്നൊരു റെസ്റ്റോറൻറ്റാണ്. പിന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കഴിക്കാനും ഒക്കെ പറ്റും. നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടന്നാൽ നമുക്ക് ഹോട്ടലിലെത്താം. പെട്ടെന്ന് തന്നെ എത്തും. അപ്പോൾ നമ്മൾ അതിലേക്കൂടെ പോകുമ്പം കുറേ പിള്ളേർ അവിടെ ഇരുന്ന് ക്രിക്കറ്റ് കളിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിൻ്റെ ബാക്കിൽ കൂടെ ഒരു ഇടവഴി കൂടെ പോകുമ്പോഴാണ് അവിടെ എത്തുന്നത്. കുറച്ച് ദൂരം നടക്കാനുള്ള. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ബിരിയാണി കഴിക്കാൻ ഇത്രയും മേക്കപ്പിൻ്റെ ആവശ്യമുണ്ടോ, ഇങ്ങനെയൊക്കെ ഒരുങ്ങിക്കെട്ടി പോകണമെന്നാണ്. പക്ഷെ നമ്മൾ സിമ്പിളായിട്ടൊക്കെ ഒരുങ്ങി പോയിട്ടുള്ളൂ. അപ്പം അവിടെ ബാക്കിലിരിക്കുന്ന പിള്ളേരൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ ഇടവഴി കൂടെ ഇറങ്ങി ചെല്ലുന്നത് മെയിൻ റോഡിലോട്ടാണ്. അപ്പോൾ അവിടെ കുറച്ച് കാടൊക്കെ കയറി കിടക്കുക. പക്ഷേ എപ്പോഴും നമ്മൾ അതിലേക്കൂടെ പോകുന്നതൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വേസ്റ്റൊക്കെ കൊണ്ടിടും അവിടെ. അതുകൊണ്ട് അത്ര വൃത്തിയുള്ള സ്ഥലമൊന്നുമല്ല. പക്ഷെ നമുക്ക് പെട്ടെന്ന് മെയിൻ റോഡിലോട്ട് എത്താനൊരു ഷോർട്ട് കട്ടെന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ചെറിയ മതിൽ പോലെ കാണും. അത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കണ്ടില്ലേ മെയിൻ റോഡല്ല, കുറച്ച് റോഡെത്തും. ഇതിന്ന് അപ്പുറത്തോട്ട് പോകുമ്പോഴാണ് നമ്മുടെ തലശ്ശേരി. ഇതിൻ്റെ തന്നെ 2 ബ്രാഞ്ചുണ്ട്. നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരെണ്ണമുണ്ട്. അവിടെ നമുക്ക് സ്നാക്സും ടീയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ ബിരിയാണി കഴിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഇത് കാണുന്നത്. അപ്പം അവിടുത്തെ തലശ്ശേരിയിലായിട്ട് ഇവിടുത്തെ തലശ്ശേരിയുടെ ബിരിയാണിക്ക് റേറ്റ് കുറവെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങോട്ട് വരുന്നത് തന്നെ. അങ്ങനെ തലശ്ശേരി എത്തി ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തു. ബിരിയാണിയും ഇവിടുത്തെ ബിരിയാണിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഗൈസ്. ചിക്കൻ വറുത്തിട്ടാണ് അതിനകത്ത് വെക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റാണ്. പക്ഷെ നമുക്ക് ഒരു ഫുൾ ബിരിയാണി വരെ കഴിക്കാൻ പറ്റില്ല. എന്നാലും ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ആ ബിരിയാണി ഫുള്ളായിട്ട് കഴിക്കാനായിട്ട്. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു. അപ്പം തന്നെ അവിടെ സൈഡിൽ ഉച്ച കഴിഞ്ഞ് വൈകിട്ടത്തേക്കുള്ള ചായയ്ക്കും ഒക്കെയുള്ള തിരക്കിലാണ് അവർ. പിന്നെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് കൈയൊക്കെ കഴുകി പേയ്മെൻ്റൊക്കെ നടത്തി ഇറങ്ങി. പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പം ബാംഗ്ലൂരിനൊരു പ്രത്യേക ഭംഗിയാണ് ഗൈസ്. ചുറ്റും ബിൽഡിങ്ങൊക്കെ ആയിട്ട്. ഇതാണ് പ്രോപ്പർ ബാംഗ്ലൂർ. ഞങ്ങൾ താമസിക്കുന്നത് ഏതോ പട്ടിക്കാടാണ്. എന്നിട്ട് പുറത്തിറങ്ങുന്നതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഫോട്ടോ എടുപ്പും പരിപാടിയൊക്കെ ആണല്ലോ. അപ്പം ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു തന്ത്രപ്പാടിലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരത്തെ പറഞ്ഞ മറ്റേ തലശ്ശേരിയില്ലേ ചായ കുടിക്കാൻ പോകുന്നത്, അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബിരിയാണിയൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിക്കാനുള്ള സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ ബ്രിഡ്ജിൻ്റെ മേളിൽ കയറി ഇരുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് വീണ്ടും തിരിച്ച് ഹോസ്റ്റലിലോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ച്. നമ്മുടെ ഹോസ്റ്റലെന്ന് പറയുമ്പോൾ ഹോസ്റ്റലിന് ചുറ്റും റോഡുണ്ട് 4 വശത്തായിട്ട്. അവിടുന്ന് എവിടുന്ന് കറങ്ങി ചെന്നാലും നമ്മൾ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് എത്തുന്നത്.
അപ്പം അവിടെ ഇവിടെയൊക്കെ സെക്യൂരിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളെങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ എന്നൊക്കെ വാച്ച് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ഇതിലേക്കൂടെ നടന്ന് ഇറങ്ങിയാലും അപ്പുറത്തൂടെ ചെല്ലുന്നത് ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പം നമുക്കവിടെ പഠിക്കാനൊക്കെ അവിടെ പോയി ഇരിക്കാനൊക്കെ അവിടെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ച് അവിടെ പോയി ഇരിക്കാമെന്ന്. അപ്പോഴത്തേനും മഴ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് എണ്ണീറ്റ് പയ്യെ നടന്ന് ഹോസ്റ്റലിൽ കയറാമെന്ന് വിചാരിച്ച്. 5:30 ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 6:30 വരെ ടൈം ലിമിറ്റുള്ളൂ ഹോസ്റ്റലിലെത്താൻ വേണ്ടി. അപ്പം മഴ പെയ്തിട്ട് ഞങ്ങൾ പയ്യെ നടന്ന് ഹോസ്റ്റലിലോട്ട് പോകാനായിട്ട് തന്നെ വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിലെത്തിയിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ.